സഹോദരാ, ലൈവിൽ വയല് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവേ പടച്ചവനെ ഇത് കേൾക്കുമ്പോ നിങ്ങളുടെ കണ്ണ് നിറയട്ടെ. ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മുത്തുനബി അവിടുന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന റഅയ്തുൽ ബാരിഹത തഅജ്ജബൻ റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, എന്തൊരത്ഭുതമെന്നറിയുമോ, എന്തൊരത്ഭുതമെന്നറിയുമോ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ, അതാ അല്ലാഹുവേ ഒരു മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാണ്. മുത്തുനബി അവിടുന്ന് ഒരു കാഴ്ച കാണുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് സബാനിയത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ടല്ലോ, ഒരു മനുഷ്യനെ യഥാ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാ എന്തൊരത്ഭുതമെന്നറിയുമോ, എന്തൊരത്ഭുതമെന്നറിയുമോ, ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി മലക്കുകൾ കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹി പറയുകയാ, റഅയ്തു റജുലൻ മിൻ ഉമ്മതി ഖദ് ഉൽഖിയ ഫിന്നാർ ഖദ് ജാഅത് ദംഅതുൻ. റസൂലുള്ളാഹി പറയുകയാണ്, നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി നരകത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യന് ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ അല്ലാഹനെ ഓർത്തിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബിന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ട്. ആ കരഞ്ഞ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇവനെ നീ നരകത്തിലിടല്ലേ തമ്പുരാന്, ഇവനെ നരകത്തിലെറിയല്ലേ തമ്പുരാന്, ഇവൻ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞവനാണല്ലോ, നിന്റെ അദാബിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവനാണല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് നാളെ നമ്മുടെ കയ്യിൽ പിടിക്കുകയാണ്. ഇവന് സ്വർഗം കൊടുക്കണേ തമ്പുരാന്, ഇവന് സ്വർഗം കൊടുക്കണേ തമ്പുരാന്, ഇവന് നരകത്തിന്റെ തീയിലിട്ട് കരിക്കല്ലേ തമ്പുരാന്, ഇവൻ നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞവനാണല്ലോ, ഇവൻ നിന്നെ ഭയന്ന് കരഞ്ഞവനാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വഅഖദ ബിയദിഹി അഹ്ലൽ ജന്ന. ജീവിതത്തിൽ എപ്പോഴോ പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞപ്പോ അവന്റെ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീര് ആ നരകവാസിയുടെ കയ്യിൽ പിടിച്ചിട്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ കണ്ണീരിന്റെ വിലയാ സഹോദരാ. ആവശ്യമുള്ളതിന് വേണ്ടി കരയൂ, ആവശ്യമില്ലാത്തതിനല്ല. ഈ കണ്ണുനീര് കൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രയോജനമാവുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, കരയുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലമെന്താ? കരയുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നരകത്തിന്റെ തീ നമ്മളെ തൊടില്ല, നരകത്തിന്റെ തീ നമ്മളെ തൊടൂല. രണ്ടാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും ഒരു സ്ഥാനം തരും സഹോദരാ. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ കരഞ്ഞാ കിട്ടുന്ന പ്രതിഫലമാ. 3, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. അതിലെ ഒരു തുള്ളി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ സഹാബത്തിന്റെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയാ. രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയുമോ? അത് പടച്ച റബ്ബിനെ ഓർത്തിട്ട് കരയലാ, അത് പടച്ച റബ്ബിനെ ഓർത്തിട്ട് കരയലാ. അതുകൊണ്ടാ പ്രവാചകന്മാര് കരഞ്ഞത്, അതുകൊണ്ടാണ് പടച്ചവര് അല്ലാഹുവേ സഹാബത്ത് കരഞ്ഞത്, അതുകൊണ്ടാ മഹാന്മാര് കരഞ്ഞത്. ഒരുപാട് പേര് കരഞ്ഞ ചരിത്രമറിയുമല്ലോ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, യഹ്യാ നബിയുടെ ചരിത്രമറിയുമോ? പടച്ചവനെ സുജൂദിൽ വീണാ പിന്നെ എഴുന്നേക്കാറില്ല. സുജൂദ്
സുജൂദിൽ വീണാൽ പിന്നെ എഴുന്നേക്കാറില്ല. കരഞ്ഞ് 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 തന്റെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു വരുമായിരുന്നു. അതുപോലെ കിടന്ന് കരച്ചലാ. വാപ്പ പോയിട്ട് പൊക്കിയെടുക്കുന്ന അവസ്ഥയാ സഹോദരാ. 11ാമത്തെ വയസ്സിൽ യഹ്യാ നബി സക്കരിയാ നബിയുടെ മകനാണല്ലോ. വയസ്സാങ്കാലത്ത് ദുആ ചെയ്തിട്ട് അല്ലാഹു കൊടുത്ത മോനാണല്ലോ. ഒരു ദിവസം വാപ്പ നോക്കിയപ്പോൾ മകനെ കാണാനില്ല. കരയുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ പോയിട്ട് ദുആ ചെയ്തു, നാഥാ വയസ്സാങ്കാലത്ത് തന്ന മകനാ അല്ലാഹ്, എനിക്ക് വേണം പടച്ചവരെ, എനിക്ക് എന്റെ പൊന്നുമോനെ വേണം പടച്ചവരെ. എന്നിട്ട് അവസാനം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഖബർസ്ഥാനിൽ ഒരു കുട്ടിയുടെ കരച്ചില് കേൾക്കുകയാണ്. അല്ലാഹുവേ, സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിന്റെ അകത്തിരുന്ന് 11 വയസ്സുള്ള പൊന്നുമോന് പാതിരാത്രി ഖബറിന്റെ അകത്തിറങ്ങിയിരുന്ന് കരയുകയാ. വാപ്പ ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്? വാപ്പാ, അവസാനം ഇവിടെ വന്ന് കിടക്കേണ്ടേ വാപ്പാ? ഈ ഖബറിലല്ലേ വന്ന് കിടക്കേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, ഖബറിന്റെ അകത്തിരുന്ന് കരഞ്ഞ പ്രവാചകരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് കരഞ്ഞ